നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, ഈ പ്രോഗ്രാം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആദ്യമായിട്ടാണ് എൻ്റെ നോട്ടീസിൽ അഡ്വക്കേറ്റ് എന്നും KPCC ഒരുമിച്ചുണ്ട്. അപ്പോൾ ഇന്നലെ അത് ജാഫർ ഏട്ടൻ അയച്ചപ്പോൾ എനിക്കൊരു ചെറിയ കുളിര് തോന്നി എന്നുള്ളത് പുള്ളിക്ക് അറിയാം. അതാണ് അങ്ങനെ തന്നെ അദ്ദേഹം സ്വാഗതം ചെയ്തത്. അത് വേദിയിലുള്ള NGO അസോസിയേഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സുവർണ ജൂബിലി സമാപന സമ്മേളനം നമ്മുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എല്ലാ നേതാക്കളും ഒരു വേദിയിൽ വരുന്ന ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങിൽ വിളിച്ചതിനുള്ള ഒരു നന്ദി ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ലിജുചേട്ടൻ അടക്കമുള്ള ആളുകൾ വേദിയിലുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ്. ഞാൻ ലിജുചേട്ടൻ പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുകയാണ്, ഇലക്ഷൻ ഇനിയും ഇടതുപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ അതിന് കൃത്രിമം കാണിച്ച് ജയിക്കാൻ കഴിയൂ എന്ന് ഇടതുപക്ഷവും BJPയും മനസ്സിലാക്കുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. BJP ഡൽഹിയിൽ ചെയ്ത കാര്യങ്ങൾ വോട്ട് ചോരിയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ തട്ടിപ്പ് നമ്മളൊന്നും അറിയാതെ ഇടതുപക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. നമ്മളൊക്കെ സാധാരണ പഞ്ചായത്ത് ഇലക്ഷനും ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും നമ്മൾ വോട്ട് ചെയ്യാൻ പോകും നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ വെച്ചിട്ടാണ്. അപ്പം എൻ്റെ വോട്ടർ ID കാർഡുണ്ട്, ആ നമ്പർ എനിക്കറിയാം. എൻ്റെ വോട്ടർ പട്ടിക വരുമ്പോൾ ആ വോട്ടർ ID കാർഡ് നമ്പറുണ്ട്. ഞാനിപ്പോൾ ശാസ്താമംഗലം എൻ്റെ വാർഡിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ 5ാമത്തെ പാർട്ടിൽ എൻ്റെ സീരിയൽ നമ്പർ എനിക്കറിയാം. ഞാൻ പേര് പറയുന്നു, വോട്ടർ ID കാർഡ് നമ്പർ വെച്ച് ടിക്ക് ചെയ്യുന്നു, എൻ്റെ പേര് വിളിക്കുന്നു, പാർട്ടിക്കാരെല്ലാം നോക്കുന്നു, ഇടതുപക്ഷക്കാർ നോക്കുന്നു, ഞാൻ വോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ആരും അറിയാതെ കേരളത്തിൽ നമ്മുടെ ഇലക്ട്രൽ EIC കാർഡിന് പകരം കേരളത്തിലുള്ള എല്ലാ വോട്ടർമാർക്കും SCC നമ്പർ എന്നൊരു പുതിയ നമ്പർ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ പുതിയ വോട്ടർ പട്ടിക നോക്കുകയാണെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ എൻ്റെ പേര് ശബരിനാഥൻ, വാർഡ് ശാസ്താമംഗലം, വയസ്സ്, അഡ്രസ്സ്, പിതാവിൻ്റെ പേര്, ഫോട്ടോ, കൂടെ വോട്ടർ പട്ടിക നമ്പറിന് പകരം ഒരു SCC നമ്പറാണ്. 2.5 കോടി വോട്ടർമാർക്ക് SCC നമ്പർ കൊടുത്തിരിക്കുന്നത് റാൻഡമായിട്ടൊരു അലൊക്കേഷനാണ്. ഇത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷന് പല ആളുകൾക്കും ഇരട്ട വോട്ട്, 3 വോട്ട്, നമ്മൾ കോഴിക്കോട് പുതിയാപ്പ വാർഡിൽ 6 വോട്ട് വരെ, ഒരു വാർഡിൽ ഒരാൾക്ക് 6 വോട്ട് വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഈ പുതിയ SCC കാർഡ് വന്നപ്പോഴത്തേക്കും ഈ 6 പേർക്കും ഒരാൾക്ക് 6 വോട്ടുള്ളതിനും 6 SCC നമ്പറാണ്. അപ്പോൾ പുതിയാപ്പ വാർഡിൽ ഒരാൾക്ക് 6 വോട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ കല്യാണം കഴിച്ചു പോയ ഒരാൾ തിരുവനന്തപുരത്ത് വോട്ടുണ്ട്, ആരനാട് വോട്ടുണ്ടെങ്കിൽ പണ്ട് ഒരു വോട്ടർ ID കാർഡായിരുന്നു. ഇപ്പോൾ 2 SCC നമ്പർ ആയതോടെ ഒരു പിൻവാതിലിലൂടെ ഈ കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ സ്ഥിരപ്പെടുത്തുന്ന, റെഗുലറൈസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇടതുപക്ഷവും ഇലക്ഷൻ കമ്മീഷണറും പിൻവാതിലൂടെ നടത്തിയിരിക്കുന്നത്. നമ്മൾ വലിയ പോരാട്ടങ്ങൾ നടത്തി പരാതിയൊക്കെ കൊടുത്തു. എന്നിരുന്നാലും ഒരു അല്പം നമ്പേഴ്സൊക്കെ മാറ്റി. പക്ഷേ പുതിയ വോട്ടർ പട്ടികയിലും അവർ SCC ID കാർഡ് അനുവദിക്കുകയാണ്. SCC കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് തെറ്റില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഒരു ID കാർഡ് ആണെങ്കിൽ ID നമ്പറുള്ള ആൾക്ക് ID കാർഡ് എന്താണെന്ന് അറിയണ്ടേ? ഇപ്പം എനിക്ക് എൻ്റെ വോട്ടർ ID കാർഡ് എൻ്റെ പോക്കറ്റിലുണ്ട്, ആ നമ്പർ എനിക്കറിയാം, അത് കാണിക്കുന്നു, അതായിട്ട് ടാലി ചെയ്ത് ഒരു SCC നമ്പർ, ഒരു വോട്ടർ ID കാർഡിൽ നമ്പറുണ്ട്, ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ SCC നമ്പർ എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടുന്ന ഇലക്ട്രൽ റോളിൽ ആ നമ്പറുണ്ട്. പക്ഷേ വോട്ട് ചെയ്യുന്ന ആൾക്ക് ആ SCC നമ്പർ എന്താണെന്ന് പോലും അറിയില്ല. ഈ SCC നമ്പറിനോടൊപ്പം ഒരുപക്ഷെ SCC കാർഡ് തന്നായിരുന്നെങ്കിൽ അതൊരു സുതാര്യമായിട്ടുള്ള പ്രോസസ്സായിരുന്നേനെ. അപ്പോൾ സംഭവിക്കുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ, കോർപ്പറേഷൻ ഇലക്ഷനിൽ സംഭവിക്കുന്നത് തൃശ്ശൂർ ചെയ്ത പോലെ തന്നെ പലയിടത്തും പല വോട്ടുകൾ മാറ്റി ചേർത്തുകൊണ്ട് അവർ കൃത്രിമം കാണിച്ചുകൊണ്ട് ഇരട്ടിപ്പ് ചെയ്ത് ജയിക്കാൻ മാത്രമേ പറ്റൂ എന്നുള്ള അവർക്കറിയാവുന്നതിനെ അതിനെ തടുക്കേണ്ടത് നിങ്ങൾ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും അത് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ താഴെത്തട്ടിൽ ഈ ഇരട്ടിപ്പ് കാണിക്കുന്നതിനെ നിന്ന് പ്രതിരോധിക്കുവാൻ നിങ്ങൾ സഹായിക്കണം. SIRന്റെ പ്രവർത്തനം നടന്നു വരുന്നതിൽ പല ആസ്പെക്റ്റുകളും അതിലേക്കും കടക്കുന്നില്ല. പക്ഷെ അതിലും കൃത്രിമം നടക്കാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ ആശങ്കകൾ, ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത നാടായി കേരളം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസികൾക്ക് അയ്യപ്പൻ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ദൈവമാണ്. അയ്യപ്പൻ്റെ മുന്നിലുള്ള ആ സ്വർണം പോലും അടിച്ചുകൊണ്ട് പോകാൻ കാണിക്കുന്ന ആളുകൾ, അത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പ് കാണിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. അവരല്പമെങ്കിലും മനസാക്ഷിയുള്ളവർ, അല്പമെങ്കിലും ഭയത്തിൻ്റെ ഒരു കണികയുള്ള ഒരാൾ, ആയിരക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ വരുന്നൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള സ്വർണം അടിച്ചു മാറ്റാൻ നോക്കൂ. ഇത് അടിച്ചു മാറ്റുമ്പോഴും ഇതിൻ്റെ സ്വർണം പൂശിയതിൻ്റെ വിലയില്ല, ഇതിൻ്റെ മതിപ്പ്. നമ്മൾ കേട്ടിട്ട് വലിയ ഓപ്ഷനിങ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാരീസ് ലൂവർ മ്യൂസിയത്തിൽ നിന്ന് ഇപ്പോൾ അടിച്ചുകൊണ്ട് പോയി സാധനങ്ങൾ, നമ്മുടെ ഈ രാജകുമാരിയുടെ
കൊഹിനൂർ ഡയമണ്ടിൻ്റെ വില, ഈ കൊഹിനൂർ ഡയമണ്ടിൻ്റെ വില കൊഹിനൂർ ഡയമണ്ടിലെ ഡയമണ്ടിൻ്റെ കണക്ക് വെച്ചാണ്. അതിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ പുരാതന വാല്യൂ ഒക്കെ വെച്ച് ഇതൊരു വലിയ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഒരു വലിയ ആൻറ്റീക്ക് തട്ടിപ്പാണിത്. ഒരു 10 വർഷത്തിന് ശേഷം ലോകത്തിലെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലോ ഏതെങ്കിലും ഉള്ളൊരു ആർട്ട് കളക്ടറിൻ്റെ കയ്യിലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ ദ്വാരപാലകൻ്റെ ഇതാണെന്ന് പറയുകയാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് കോടികൾ വാങ്ങിക്കുന്ന ആർട്ട് കളക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെയൊക്കെ മക്കളുടെ ഒക്കെ അതിൻ്റെ കഴിഞ്ഞ തലമുറ വരുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി വിലയിൽ ഇതൊക്കെ വിറ്റുപോകും. ഈ കൊഹിനൂറിൻ്റെ വാല്യൂ ഇപ്പോഴാണ് ഇത്രയും വാല്യൂ. അപ്പം ഇത് വെറും ഈ ചെമ്പടി ഈ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്നൊരു ലോക്കൽ നമ്മളത് ആ കണ്ണി കാണില്ല. ഇത് സ്വർണ്ണത്തിന് വില കൂടിയോണ്ട് അത് ചെയ്തതല്ല. ഇതിന് ഒരു ആൻറ്റീക്ക് പീസ്, ഒരു ആൻറ്റീക്കാന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മാർക്കറ്റിൽ വിറ്റാൽ, നാളെ സൗത്ത് ബീച്ചിലോ മറ്റേ ലണ്ടനിലെ വലിയ മാർക്കറ്റിലൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം ആലോചിച്ചു. അത്തരത്തിലൊരു തട്ടിപ്പിനാണ് CPM-കാർ ദൈവത്തിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ദൈവമാണ് ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ്. ഇതും നടത്താൻ ഞാൻ പറയാം, അയ്യപ്പൻ്റെ പേരിലും മെസ്സിയുടെ പേരിലും ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ലോകത്തിൽ CPM-ആണ്. ഈ പാവപ്പെട്ട മെസ്സി ഇതുപോലെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന, ഇവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടറിലെ അഗസ്ത്യം പറയുന്നു മെസ്സി വരും. ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ കണ്ടു, അത് അവർ മാർച്ച് വരട്ടെ അപ്പം നോക്കാം. ഞാൻ പഴയ ഹൈദരാബാദായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ മെസ്സി വരും എന്നുള്ള സമയത്ത് അവിടെ ഒരു ഇൻ്റർവ്യൂ ആണ്. അവർ ഒരാഴ്ചയൊക്കെ അവരോട് ഉണ്ട്. അവർ വളാഞ്ചേരിയാണ് ഇറങ്ങുന്നത്. പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് തിരുവനന്തപുരത്ത് വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇവൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ 2 മന്തിക്കട ഒരു ജ്വല്ലറിയും കൂടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും മെസ്സിയെ കൊണ്ട്. ആലോചിച്ച് നോക്കും. വളാഞ്ചേരി വരും. അവിടെ ലോകം കണ്ട ഏറ്റവും വലിയ ഉദ്ഘാടന യോഗം, മറ്റേ പപ്പു പറയുന്നത് മറ്റേ ഒളിമ്പിക്സൊക്കെ ചെറുതെന്ന്, ഞാൻ ലിങ്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം ജാപ്പന്. അത് നിങ്ങളിതുവരെ കാണാത്ത രീതിയിലുള്ള ഒളിമ്പിക്സിനെയൊക്കെ വെല്ലുന്ന ഉദ്ഘാടനം. ഫുട്ബോളിലല്ല കാര്യം, ഉദ്ഘാടനത്തിനാണ് കാര്യം. ലോകത്തിലുള്ള ഏറ്റവും വലിയ ഉദ്ഘാടനം, ഏറ്റവും വലിയ VFX, ഏറ്റവും വലിയ താരങ്ങൾ ഒക്കെ വരുന്ന ഉദ്ഘാടന യോഗം. അത് കഴിഞ്ഞ് 40 പേര് ഒരാഴ്ച മുമ്പ് വരും, 80 പേര് വരും അർജൻറ്റീനയിൽ. ബാക്കി ആൾക്കാർ അവസാനം വരും. അവർക്കുള്ള ഹോട്ടൽ അവർക്ക് 5-6 ദിവസം എന്തായാലും ഉണ്ട്. ബാക്കി അവരെ കൊണ്ട് ഇപ്പം നമ്മൾ പറയത്തില്ല, പണ്ട് ഉമ്മൻചാണ്ടി സാറൊക്കെ പോകുമ്പോൾ സാറ് എവിടെയെങ്കിലും ഇവിടെ പൊന്നാനി ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഉടനെ പാർട്ടിക്കാർ പറയും സാറേ തൊട്ടപ്പുറത്താണ് നിലമ്പൂർ ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാവത്തിനെ ഓടിച്ചു കൊണ്ടുപോകും 50 കിലോമീറ്റർ. അതേപോലെ 5 ദിവസം മെസ്സി ഇവിടെ ഉണ്ട്, നോക്കട്ടെ. ഞാൻ തരുന്ന നിങ്ങളെ ഇൻ്റർവ്യൂ ഉണ്ട് നോക്കുക, 5 ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇങ്ങനെ ഇവർ വിചാരിച്ച എന്താ, നാട്ടുകാർ അത്ര പൊട്ടന്മാരാണോ മലയാളികൾ? ഇവർ വിചാരിച്ചിരുന്ന പഞ്ചായത്ത് ഇലക്ഷന് മെസ്സി വന്ന് പിണറായി മെസ്സിയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ മുകളിൽ AI കൂടെ നമ്മുടെ ചെഗുവേരയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു വലിയ ഇത് കിട്ടാമെന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊക്കെ തകർന്നു പോയെന്ന് വാസ്തവം. ഇതിപ്പോൾ ഹൈബീഡൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഇവർ ആ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് 70 കോടി രൂപയ്ക്ക് റിവാമ്പ് ചെയ്യുന്നത് അവിടുത്തെ മരം കൂടെ അടിച്ചുകൊണ്ട് ആലോചിച്ച് നോക്കും. ബാക്കി ആരൊന്നും പറയുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല പൊളിറ്റിക്കൽ കറക്റ്റ്, എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വലിയ തട്ടിപ്പ് അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു നീചതയുടെ ഇൻഡെക്സ് നോക്കിയാൽ ദൈവത്തിൻ്റെ പേരിലും ഈ മെസ്സിയുടെ പേരിലും കള്ളം കാണിക്കുന്നവരെ ഓടിക്കേണ്ട സമയമായി. ഇവിടുത്തെ BJP-ക്കാരെ ഓടിക്കേണ്ട സമയമായി. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ചയായി ഒരു വലിയ ഇംഗ്ലീഷ് പറഞ്ഞാൽ ബൈഗോൺസ് ബി ബൈഗോൺസ് എന്ന് പറയും. പഴയ കാര്യങ്ങളാവട്ടെ. നമ്മൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഏത് സംഘടനയുടെ പരിപാടിക്ക് പോയാലും പറയുന്നൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കുളിര് കൊള്ളും. അത് കുളിര് കൊള്ളുമ്പം പക്ഷെ അതിനുവേണ്ടി മെനക്കെടണമെന്നൂടെ ആലോചിക്കണം. നമ്മുടെ അടുത്ത വർഷത്തെ ഒരു സംസ്ഥാന സമ്മേളനം ഇതേ ഹാളിൽ വെച്ച് കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി കുളിര് തോന്നുന്നുണ്ടോ ഉദ്ഘാടനം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തായാലും നമ്മുടെ ഒരു മുഖ്യമന്ത്രി മറ്റേ പാട്ടൊന്നും ആരും പാടണ്ട, ലിറിക്സ് ഉണ്ടാക്കണ്ട, ഇതിനകത്തുള്ള കവികൾ അല്ലേ ടിയോ ആരും പാട്ടൊന്നും എഴുതണ്ട. നമുക്ക് നമ്മുടെ ഒരു സംവിധാനത്തിൽ നമ്മൾ ഈ നാടിന് അത്രമാത്രം ആവശ്യം കോൺഗ്രസിനെയുണ്ട്. ആ മാറ്റം കൊണ്ടുവരാൻ നമുക്കെല്ലാം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രീ ജാഫർ ഖാനും ശ്രീ സുനിൽ അടക്കമുള്ള ടീമിന് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.